നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിൽ ചെല്ലുന്ന ആ രംഗമൊന്ന് കാണാം. അവിടെ ധനുര്യാഗം നടക്കുകയാണ്. അത് കാണാനായിട്ടാണ് കംസമഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട ദൂതനായ അക്രൂരൻ ഇവിടെ എത്തിയത്. അക്രൂരൻ പരമഭക്തനുമാണ്. അങ്ങനെ ഇവിടെ വന്ന് നന്ദഗോപരോട് പറഞ്ഞ് ഈ കുട്ടികളെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ നന്ദഗോപരും ബാക്കി ഗോപന്മാരുമൊക്കെ കുറേ പേര് പോയിട്ടുണ്ട്. അതേസമയം ഗോപികമാരാരുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ മധുരയിലേക്ക് എത്തിച്ചേർന്നു. ഈ യമുനയുടെ തീരത്ത് കുറച്ച് സമയം താമസിച്ചതുകൊണ്ട് നമ്മുടെ രാമകൃഷ്ണന്മാരും അക്രൂരനും താമസിച്ചാണ് എത്തിയത്. അവിടെ ഇറങ്ങി രഥത്തിൽ ആണ് ഇവർ പോയത്. അവിടെ ഈ മധുരയുടെ പ്രാന്തപ്രദേശത്ത് എത്തിയപ്പോഴത്തേക്കും വേഗം പറഞ്ഞു, ഇതാ നമ്മൾ മധുരാപുരിയിലെത്തിക്കഴിഞ്ഞു, നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ കുട്ടികൾ പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങളിതൊക്കെ ഒന്ന് കാണട്ടെ, ഇങ്ങനെ ഒരു പട്ടണമൊക്കെ ഇവർ എവിടെയാണ് ഗോകുലത്തിലും അമ്പാടിയിലും ഇവിടെയൊക്കെ അല്ലായിരുന്നോ, വൃന്ദാവനത്തിലുമൊക്കെ ഈ വക കാഴ്ച, ഒരു നഗരത്തിൻ്റെ കാഴ്ചകളൊന്നും ഇവർ കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ ഞങ്ങളിതൊക്കെ കണ്ടിട്ട് പതുക്കെ വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അപ്പോൾ നന്ദഗോപര് നേരത്തെ എത്തിയല്ലോ, അച്ഛനോട് പറഞ്ഞേക്കൂ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറയൂ, ഞങ്ങൾ കുറച്ച് വൈകും, ഇതൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കണ്ടു കേട്ടിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് അക്രൂരൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്താണ് എൻ്റെ വീട്, അവിടെ ഒന്ന് സന്ദർശിക്കണമെന്നു പറഞ്ഞു, ഇന്ന് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വരാം അങ്ങയുടെ വീട്ടിൽ, പക്ഷേ ഇന്ന് ശരിയാവില്ല, കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കംസമഹാരാജാവ് അങ്ങേയും കൂടെ സംശയിക്കും, അതുകൊണ്ട് വേറൊരു ദിവസം ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്രൂരൻ അവിടെ നിന്ന് പോയി. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു. അപ്പം ഓരോ വീടിൻ്റെയും വാതിൽക്കൽ ഓരോ വില്ലൊക്കെ പൂജിച്ച് വച്ചിട്ടുണ്ട്. ധനുര്യാഗം നടക്കുമല്ലേ, അങ്ങനെ അതിൻ്റെ ഇതിൽ ആൾക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ യാഗത്തിൽ ഇത് കാണാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ നഗരം മുഴുവനും ഇങ്ങനെ എല്ലാ വീഥികളും ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുക. അതുപോലെ ഇങ്ങനെ ഒരു ഉത്സവ പ്രതീതിയാണ് അവിടെയെല്ലാം. അപ്പം ഈ കുട്ടികളെ കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അതിശയമായി. കാരണം അത്ര ചൈതന്യം നിറഞ്ഞ രൂപങ്ങളാണല്ലോ ഇവർ രണ്ടുപേരും. അപ്പം ഒരാളാണെങ്കിൽ നല്ല നീല നിറം അല്ലേ, മറ്റേത് മണിമുത്തിൻ്റെ നിറം നമ്മുടെ ബലരാമന്. അങ്ങനെ ഒരാളുടെ തലയിൽ എന്താ ഉള്ളത്, മയിൽപീലി, മറ്റേ ആളുടെയോ കയ്യിലൊരു ചെറിയ കലപ്പയുണ്ട്. അതാണ് ഇവരുടെ വേഷവിധാനമൊക്കെ. കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും. അതേപോലെ തന്നെ കൃഷ്ണൻ്റെ മഞ്ഞപ്പട്ടാണ് ഉടുത്തിരിക്കുന്നത്, ബലരാമനോ നീല വെള്ള നിറമുള്ള ആ ബലരാമൻ നീല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം കൂടെ രണ്ടുപേരും അത്യാകർഷകമായ രൂപം തന്നെയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഈ കാണുന്ന ആൾക്കാർ, കാണുന്നവർ ഇവരാരാണ് ഈ ബാലന്മാരിത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നോക്കുക. അപ്പോഴത്തേക്കും ആ പ്രദേശത്തുള്ള കുറേ കുട്ടികൾ, ഇവരുടെ ഒക്കെ പ്രായമുള്ളത്, അവരെല്ലാവരും ഈ രണ്ടുപേരുടെയും കൂടെ കൂടി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ എവിടുന്ന് വരുന്ന, ഇവിടത്തുകാരല്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങളിങ്ങനെ നന്ദഗോപരുടെ ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നന്ദഗോപരുടെ മക്കളായിരിക്കുമല്ലേ? അതെ, എൻ്റെ പേര് കൃഷ്ണൻ, ഇതെൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വീണ്ടും ചോദിച്ചു, പൂതനയെ കൊന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ വലിയൊരു ചിരി അംഗീകരിച്ചു കൃഷ്ണൻ. എന്നിട്ട് പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇത് ഈ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എല്ലാവരും പറഞ്ഞ് ആ പ്രദേശത്ത് മുഴുവനും ആൾക്കാരറിഞ്ഞു. ഈ പൂതനെ മാത്രമല്ല, അഘാസുരൻ, ബകാസുരൻ, ഇങ്ങനെയുള്ള അസുരന്മാരെ എല്ലാം കൊന്ന കുട്ടികളാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് നല്ലൊരു എന്തെന്നാ പറയണേ, വീരപരിവേഷമായി.
ഈ കംസനെ എതിർക്കുന്ന ഒത്തിരി ഉണ്ട്, പക്ഷേ ആർക്കും തുറന്നു പറയാൻ പറ്റില്ലല്ലോ രാജാവിനെ എതിർക്കുക എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം അടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ അങ്ങ് സന്തോഷമാണ് പറ്റി. എന്തായാലും ഈ കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ, ഇനി എന്താണാവോ ഇവിടെ എന്നൊക്കെയുള്ള ഒരു ഇതിൽ അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ അപ്പോഴത്തേക്കും വലിയൊരു സംഘം ഇവരുടെ രണ്ടുപേരുടെയും പുറകെ പോയി. ഇവരിങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ രാജവീഥികളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് രജകൻ വന്നു. രജകൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ, അതായത് നമ്മുടെ കംസമഹാരാജാവിൻ്റെ പട്ടുവസ്ത്രങ്ങളൊക്കെ അലക്കി കൊണ്ടുവരുന്നയാളാണ്. ഇത് അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് വേഗം കൃഷ്ണൻ ചെന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് 2 വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾ ഇവിടെയുള്ളവരല്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മാറി ഉടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് രജകൻ പറഞ്ഞു, ആഹാ കൊള്ളാം, മാറി ഉടുക്കാനായിട്ട് രാജാവിൻ്റെ പട്ടുവസ്ത്രം തന്നെ വേണമില്ലേ നിനക്ക്? മര്യാദയ്ക്ക് ഇരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. കംസരാജാവിനോട് പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ ഗതി എന്നാന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആളുടെ ഈ രജകൻ്റെ ആ ധാർഷ്ട്യവും ആ പറച്ചിലും ഒന്നും നമ്മുടെ കൃഷ്ണന് ഇഷ്ടപ്പെട്ടില്ല. കൃഷ്ണൻ എന്നായത് കൈ നിർത്തി ഒരൊറ്റ എണ്ണ അങ്ങോട്ട് കൊടുത്തു, കവളത്തിനിട്ടാ കൊടുത്ത് ദേ കിടക്കണോ. അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പട്ടുവസ്ത്രങ്ങളുണ്ടല്ലോ, ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇത് മുഴുവനും എടുത്ത് ഇവർ രണ്ടുപേരും ഓരോ എണ്ണം എടുത്തു. ബാക്കി എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് മുഴുവനും അത് വിതരണം ചെയ്തു. അങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നെയ്ത്തുകാരൻ വന്നു. നെയ്ത്തുകാരൻ നോക്കുമ്പോൾ വലിയൊരു ആൾക്കൂട്ടം. ഇതെന്താ ഇവിടെ എന്ന് വെച്ചിട്ട് വേഗം അദ്ദേഹം വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പട്ടുവസ്ത്രങ്ങൾ കൊടുക്കുകയാണ്. ഇവരെ കണ്ടപ്പോഴേ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, കൃഷ്ണനെ നേരെ നോക്കി, ഇത് സാമാന്യം ബാലനല്ല, ഇത് എന്തോ അത്യധികം വൈശിഷ്ട്യമുള്ള ഒരു കുട്ടിയാണിതെന്ന് മനസ്സിലായി. വേഗം ഈ നെയ്തുകൊണ്ട് വന്ന വസ്ത്രങ്ങൾ മുഴുവനും കൊടുത്തു. ഉടനെ തന്നെ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു, അവിടെ നിന്ന് ആ ബാലന്മാർക്ക് മുഴുവനും അതും വാങ്ങിച്ച് വിതരണം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ, ഒന്ന് നോക്കി ചിരിച്ചു. ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നെയ്ത്തുകാരൻ്റെ മനസ്സിലൊരു തേന്മഴ പെയ്തു എന്ന് പറയാൻ. കാരണം അത്ര മനോഹരമാണല്ലോ എപ്പോഴും നമ്മുടെ കൃഷ്ണൻ്റെ ചിരി. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാല കിട്ടുന്നയാളുണ്ടായിരുന്നു, മാല. അപ്പം എന്തായാലും ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഈ മാല കെട്ടുന്ന ഇയാൾ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട് ഈ ബലരാമനെയും കൃഷ്ണനെയൊക്കെ കുറിച്ചൊക്കെ. അതുകൊണ്ട് വേഗം അദ്ദേഹം എന്ത് ചെയ്തു, നല്ലൊരു മാല, താമരയും മുല്ലയും പിച്ചിയൊക്കെ കൂട്ടിച്ചേർന്ന 2 നല്ല മാലകൾ ഇവർക്ക് രണ്ടുപേർക്കും സമ്മാനിച്ചു. അപ്പം കൃഷ്ണൻ ചോദിച്ചു, ഞങ്ങൾ ആരാന്നറിഞ്ഞുകൊണ്ട് അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളെ വേണ്ട ഉപചാരമൊക്കെ ചെയ്തു. ഇവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളാരാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെപ്പറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടി അങ്ങ് ചെന്നപ്പോഴാണ് നമ്മുടെ കുബ്ജ വരുന്നത്. കുബ്ജ ആൾ മുഖമൊക്കെ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷെ 3 വളവുണ്ട്. എന്നുവെച്ചാൽ മൂക്ക് താഴെ കാലിൻ്റെ പാദത്തിന് അങ്ങനെ കൂനി നടക്കുന്ന ഒരു സ്ത്രീയാണ്. കണ്ടപ്പോഴത്തേക്കും വേഗം അപ്പം ഇവരടുത്ത് വന്നപ്പോഴത്തേക്കും നല്ലൊരു വാസന, ഒരു സുഗന്ധം വന്നു. വേഗം കൃഷ്ണൻ ചെന്നിട്ട് വിളിച്ചു, സുന്ദരി എന്നാണ് വിളിച്ചത്. സുന്ദരി, ഇതെന്താ ഇത് കയ്യിൽ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, ഞാൻ കംസമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, അവിടേക്കുള്ള കുറിക്കൂട്ടുകളാണെന്ന് പറഞ്ഞു. അംഗരാഗം. ഉടനെ തന്നെ ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. പിന്നെ എന്താ നിങ്ങൾക്ക് തരുന്നതിന്? ഇത് ഈ രാജാവിനെ പോലെയുള്ള ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും എനിക്ക് എന്തോരം ഇഷ്ടമാണ് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് തരുന്ന എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഈ കുറിക്കൂട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ ഇവർ രണ്ടുപേരും ഇത് കയ്യിലേക്ക് കൊടുത്തു. വേഗം അതൊക്കെ പുരട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യണ്ടേ. വേഗം കൃഷ്ണൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ കുബ്ജിയുടെ വലതേ കാലിൻ്റെ പെരുവിരലിലങ്ങ് അദ്ദേഹത്തിൻ്റെ കാലങ്ങ് അമർത്തി. എന്നിട്ട് ഒരു കൈ ഇങ്ങനെ താടയിലങ്ങ് പിടിച്ചു, മറ്റേ കൈ പുറകെ കൂടെ പിടിച്ചിട്ടു. എന്നിട്ട് നേരെ അങ്ങ് താടയങ്ങ് പൊക്കി അങ്ങ് കൊടുത്തു. അപ്പോൾ ഇത് കാലിങ്ങനെ വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അവൾ അനങ്ങാൻ പറ്റില്ല.
എന്തിനാ നിമിഷം കൊണ്ട് ആ വളവങ്ങ് നിവർന്നു അതീവ സുന്ദരിയായി നമ്മുടെ കുബ്ജ. എല്ലാവർക്കും ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ നിറയെ നിൽക്കുകയല്ലേ, എന്ത് മാന്ത്രിക വിദ്യയാണ് ഈ കുട്ടിക്ക് അറിയാമെന്ന് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് അന്നേരത്തേക്കും ഈ കുബ്ജ, ഞാൻ ത്രിവക്ര എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്, ഞാൻ സൈരന്ധ്രിയാണ് എന്നാണ് കൃഷ്ണനോട് ആദ്യമേ പറഞ്ഞത്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാമോ, എൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ് ഞാൻ വരാം, പക്ഷേ ഇന്ന് പറ്റില്ല, വേറൊരു ദിവസം ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് കുബ്ജ മനസ്സിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് പോയി. ഇനി ഭാഗവതത്തിൽ ഇപ്പം നമ്മുടെ കുബ്ജയുടെ ബാക്കി കഥയും കൂടെ പറയാം. അത് കഴിഞ്ഞു നമ്മുടെ കൃഷ്ണൻ പോയി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ അക്രൂരനോട് പറഞ്ഞു, വേഗം രഥം റെഡിയാക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇന്ന് വൈകുന്നേരം അങ്ങ് രഥവും കൊണ്ട് വരണം, എനിക്ക് ഒരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് പറഞ്ഞില്ല, അവിടെ ചോദിച്ചുമില്ല. വൈകുന്നേരം ആയപ്പം രഥം ചെന്ന് വന്നു. ഒരു തെരുവിലെ ഒരറ്റത്തെ ഒരു വീടിൻ്റെ മുമ്പിലാണ് ചെന്ന്, ഒരു സാധാരണ വീട് അത്രയേ ഉള്ളൂ. ഇദ്ദേഹം തേരിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം നമ്മുടെ കുബ്ജയാണ് ഇറങ്ങി ഓടി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു, അകത്തേക്ക് കൊണ്ടുപോയി. അപ്പം ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കും, ഇതാരാ എന്താണെന്ന് ഇല്ല. അത് കഴിഞ്ഞപ്പം വേഗം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നിയത്, കൃഷ്ണന് വേണ്ടി ഉപചാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തു, അയ്യോ അദ്ദേഹത്തിന് ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ, അപ്പോൾ അതൊരു മോശമാണല്ലോ എന്ന് വിചാരിച്ച് വേഗം ഇദ്ദേഹത്തിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അങ്ങ് അകത്തേക്ക് വരൂ, എന്നെ മനസ്സിലായില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടണില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങ് മനസ്സിലാകും, സൈരന്ധ്രിയിലെ കുബ്ജ, അന്ന് കൃഷ്ണൻ എൻ്റെ വൈരൂപ്യമൊക്കെ മാറ്റിയതോ, അത് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം എന്തും കൊടുക്കാൻ കഴിവുള്ള ആളല്ലേ, പക്ഷേ പാവം ഈ സ്ത്രീക്ക് അതുവല്ലോ അറിയാവോ. അവർ വേഗം അവരോട് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും വേണ്ട, അങ്ങ് ഈ ഒരു ദിവസം ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ ഈ സൈരന്ധ്രിയുടെ ഭവനത്തിൽ നമ്മുടെ കൃഷ്ണൻ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം പോവുകയും ചെയ്തു. അതിൽ ഉപശ്ലോകൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയും ഉണ്ടായി. അതായത് കൃഷ്ണൻ ആദ്യമുണ്ടായ കുട്ടി ഈ കുബ്ജയിലാണ്, ഉപശ്ലോകൻ എന്നാണ് പേര്. ഇനി കൃഷ്ണൻ്റെ എന്തോരം കഥകളാണ് ഉള്ളതില്ലേ. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ബാലലീലകളും ഗോകുലത്തിലെ കാര്യവും വൃന്ദാവന ലീലകളും ഇങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഓരോരോ കഥകൾ കുറേശ്ശെ ഒന്ന് അനുസ്മരിക്കാം. കാരണം കുഞ്ഞായിരിക്കുമ്പോഴത്തെ മാത്രമല്ലല്ലോ നമുക്കറിയേണ്ടത്. എന്തായാലും നമ്മുടെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോരോ എല്ലാം ലീലയാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 16,108 ഭാര്യമാരുണ്ടായിരുന്നു ഇല്ലേ എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഈ ഉത്തരയുടെ ഗർഭത്തിലെ കുഞ്ഞ് കരിക്കട്ട പോലെ ആയി കഴിഞ്ഞപ്പോൾ വേഗം ആർത്തലച്ച് ഉത്തര വന്നു. ബാക്കി എല്ലാവരും ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു തരാം, ബ്രഹ്മചര്യം വ്രതം തെറ്റിക്കാത്ത ഒരാൾക്ക് മാത്രം ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സന്യാസിമാരുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. പക്ഷേ എല്ലാവരും മാറി. കാരണം എങ്ങാനും തൊട്ടിട്ട് വല്ലതും ഒന്നും പറ്റിയില്ല, ഒന്നും ചേഞ്ചൊന്നും വന്നില്ലെങ്കിൽ എന്നെപ്പറ്റി എന്തും മോശമായിട്ട് വിചാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുന്തിയാണ് പറഞ്ഞത്, വാസുദേവ അങ്ങയ്ക്കെന്താ നോക്കാൻ വയ്യെന്ന് ചോദിച്ചു. വേഗം പോയി എടുത്തു. അപ്പോഴാണ് ആ കുട്ടി ജീവൻ വന്നത്. നമ്മുടെ അറിയാമല്ലോ, ആ കുട്ടിയല്ലേ നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവ്. അന്ന് പരീക്ഷിത്ത് മഹാരാജാവല്ല, അതാണ് പരീക്ഷിത്ത്. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് വീണ്ടും അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ അത്ഭുത ബാലനെ പറ്റി എന്താ പറയണേ, ഈ വേറെ ഒരവതാരങ്ങളും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം നമുക്ക് അനുസ്മരിക്കാം. എല്ലാവർക്കും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.